ഹലോ, ഞാൻ സുനി സജീവ് രേവതി വെഡിങ് കളക്ഷൻ പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ മോറ്റ ഓപ്പോസിറ്റ് രേവതി ഗോൾഡൻ ഡയമണ്ട്സ്. യേശുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും സർവ്വ നന്മയുണ്ടാകട്ടെ. സമാധാനം, സന്തോഷം, സ്വസ്ഥതയൊക്കെ യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ കുടുംബങ്ങളിൽ വാഴട്ടെ. സമ്പൽ സമൃദ്ധിയാൽ യേശുപുരാൻ നിറയ്ക്കട്ടെ. ദീർഘായുസ്, പൂർണ്ണ ആരോഗ്യം തന്ന് തൃപ്തി വരുത്തട്ടെ. ആമയും പറഞ്ഞ് ഏറ്റെടുത്ത് ഇത് തന്നെ വിശ്വസിച്ചോ. യേശുക്രിസ്തു മതിയായവൻ. ഇത് തന്നെ നിങ്ങളിൽ സംഭവിക്കും. അയ്യോ, അവർക്കത് സംഭവിച്ചു, ഇവർക്കിത് സംഭവിച്ചു, എനിക്ക് വല്ലതും സംഭവിക്കുമോ, അങ്ങനെയൊന്നും ഓർക്കണ്ട. നാക്കി നെഗറ്റീവ് പറയണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ കണ്ടില്ല നമ്മൾ 2 മരണം, ഒരു കോളേജ് പ്രൊഫസർ, പിന്നെ വേറൊരു ചക്കം കൊച്ച്, ഞാനില്ലെങ്കിൽ അവൾ എന്നാ ചെയ്യും, ആ വയനാട്. നെഗറ്റീവ് പറയണ്ടെന്നേ. നമ്മളില്ലെങ്കിൽ ലോകം ഓടും. നമ്മളെന്തിനാ നാവിൽ നെഗറ്റീവ് പറയണേ? വേറെ കുറ്റപ്പെടുത്തി പറയണല്ല, നാവിലെപ്പോഴും പോസിറ്റീവ് പറയുക. ഞാൻ ദീർഘായുസോടുകൂടി ഇരുന്ന് ദൈവത്തെ സ്തുതിക്കും. ഞാൻ എൻ്റെ മക്കളെയും മക്കളുടെ മക്കളെ കാണും, തലമുറേനെ കാണും, അനുഗ്രഹിക്കപ്പെട്ട തലമുറേനെ കാണും. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നന്മ കാണും, നന്മ അനുഭവിക്കും. ഇങ്ങനെയൊക്കെ പ്രഖ്യാപിച്ചുകൊണ്ടിരുന്ന വെച്ചാൽ മതി. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഹേമമാലിനിയുടെ 75ാം ബർത്ത്ഡേ ആഘോഷിച്ച വീഡിയോ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ആരാണ്ടിട്ടേ ഞാൻ എല്ലാവർക്കും ഇട്ട് കൊടുത്തു. എൻ്റെ 90ാം വയസ്സിൻ്റെ ബർത്ത്ഡേ ഇതിലും ഗ്ലാമറിൽ ഞാൻ ആഘോഷിക്കും, നിങ്ങളെല്ലാം ക്ഷണിക്കാമെന്ന് പറഞ്ഞു. നമ്മളങ്ങനെയൊക്കെ പ്രതീക്ഷയോടെ ഇവിടെ ഇരിക്കുക. നമ്മളങ്ങനെ ചിന്തിക്കുക, യേശുവിൻ്റെ ഇഷ്ടമാണ് നടക്കുകയുള്ളൂ. എന്നെ ആയാലും ദൈവത്തിൻ്റെ ഇഷ്ടം. വിസയൊക്കെ തന്നെ ആളെല്ലാം തിരിച്ചു വിളിക്കുന്നതൊക്കെ ദൈവമാണ്. പക്ഷെ നമുക്ക് ആഗ്രഹം പറയാൻ പാടില്ല നമ്മുടെ അപ്പനോട്. അപ്പോൾ കൊലോസ്യർ 3:17 പറയുക, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിപ്പേ. ഇതാട്ടോ നമ്മൾ ചെയ്യേണ്ട കാര്യം. എന്ത് ചെയ്താലും യേശുവിൻ്റെ നാമത്തിൽ ചെയ്യുക, പിതാവായ ദൈവത്തിന് സ്തോത്രവും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതാണ് ദൈവത്തിൻ്റെ പദ്ധതി നമ്മളെപ്പറ്റി. യേശുവിനെ പറഞ്ഞു വിട്ടിട്ട് ഒരു മകനെ ചുമ്മാ പറഞ്ഞു വിടുകയല്ലേ ഇതേ. മകൻ മുഖാന്തരം ലോകം അപ്പടി യേശുവിനെ പോലെ ആകാനാണ് ആ വാ നിറച്ച് വചനം നിറച്ച് യേശു ആകുന്ന വചനം യേശുവിനെ ഭൂമിയിലേക്ക് വിട്ടത്. യേശുവിനെ പോലെ നമ്മളായി തീരാൻ. നമ്മൾ പ്രാർത്ഥനയ്ക്കൊക്കെ പോണേ എന്തിനാ? ഞാൻ പോണേ എന്തിനാ? എനിക്ക് വീട് തന്നെ, മക്കളെ കെട്ടിക്കണം, അതൊക്കെ കിട്ടും. നമ്മൾ യേശു ആകുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ആ വചനം പാലിച്ചാൽ നമ്മുടെ ക്യാരക്ടർ നന്നാകുമ്പോൾ എല്ലാം കിട്ടുമെന്നാണ്. എല്ലാം ശരിയാകും ക്രമോചിതമായിട്ട്. അപ്പോൾ എൻ്റെ ദൈവം, ഞാൻ പ്രാർത്ഥനയ്ക്ക് പോകണേ. ഇപ്പം മെയിൻ ഞാനൊന്ന് നന്നാകാനാട്ടോ. ഞാൻ നന്നായാൽ എൻ്റെ കുടുംബം രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടാൽ തന്നെ നിൻ്റെ കുടുംബം രക്ഷപ്രാപിക്കും എന്നല്ലേ പറഞ്ഞേ. അപ്പോൾ ഇന്നത്തെ അതിമനോഹരമായ വീഡിയോ ചുരിദാർ സെറ്റിൻ്റെ മൊഡാലിൻ്റെ ആട്ടോ. ഈ മൊഡാലിൻ്റെ നമ്മൾ ഒരു പ്രാവശ്യം വീഡിയോ കാണിച്ചതാണ്. ഇത് പിന്നെ 2 പ്രാവശ്യം വന്നു എന്നുള്ളതാണ് വീഡിയോയ്ക്ക് റീസ്റ്റോക്ക്. 2 പ്രാവശ്യവും വീഡിയോ ഇടാൻ കിട്ടിയില്ല. എല്ലാവരും മേലിൽ നിന്ന് താഴ്ന്നപ്പടി പറക്കിയെടുത്തു. ഓണമൊക്കെ അല്ലായിരുന്നു. സൂപ്പർ സെറ്റാട്ടോ. എത്ര? 3290 രൂപയുള്ളൂ. ഒറിജിനൽ മോഡലാട്ടോ, സെമി അല്ലേ. 3290. ശരിക്കും പണ്ടത്തെ സിൽക്ക്, ഇങ്ങനെ പ്രിൻ്റ് സിൽക്കിൻ്റെ ഒക്കെ ആ സെറ്റ് പോലെ അതിൽ സുഖം ഇടാനൊക്കെ. 3290 രൂപയുള്ളൂ. നല്ല സെറ്റാണ്, പെട്ടെന്ന് തീരും. കാരണം നല്ല കളേഴ്സാണ്. 2 കളറും നല്ലതാണ്. നമ്മൾ ഈ 2 കളറാണെന്ന് എടുത്തുള്ളൂ. പിന്നെ ആഷൊക്കെ ഇരിക്കണം. ഇവിടെ ഈ ആഷും പച്ചയ്ക്കൊന്നും വലിയ ഡിമാൻഡില്ല. അത് കാരണം ഞാൻ 2 ഈ സ്റ്റോക്ക് കൊടുക്കുന്നത്. 2 നല്ല സെറ്റാണ്. ഞാനിപ്പോൾ ഇട്ടേക്കണത് മൊഡാലാണ്. ഞാൻ ഇട്ടേക്കണ മൊഡാൽ 2000 ഉള്ളൂ. ഇച്ചിരി ഒരു കോട്ടൺ മെസ്സി. പക്ഷെ എന്ത് സുഖമാണ് ഷോളയിലൊക്കെ പിടിക്കുമ്പോൾ. 2000 ഇത് 3000 നല്ല സുഖമാണ് ഇടുമ്പോഴും ഒക്കെ. ഇത് നമ്മൾ വീഡിയോയിലിട്ടതാട്ടോ. ഇതും വീഡിയോയിലിട്ടിട്ട് 4 പ്രാവശ്യം റീസ്റ്റോക്ക് വന്നു. ഇത് പിന്നെ വീഡിയോയിലിടാൻ പറ്റിയില്ല, അല്ലാണ്ട് തന്നെ തീർന്നു. മെയിൻ കസ്റ്റമേഴ്സ് വരുമ്പോഴൊക്കെ ഞാനിങ്ങനെ ഇതെടുത്തോ എന്ന് പറഞ്ഞു. ഇത് കണ്ടോ, ഇത് താഴെയാട്ടോ ദാമനിൽ വരണതാണ്. ഞാൻ മേളിലോട്ട് ഇങ്ങനെ പിടിച്ചു എന്നുള്ളൂ. താഴെയാണ് ഇതിൻ്റെ ഭംഗി. ഈ നല്ല നിറച്ച് ബേജ് കളറിൽ ഇങ്ങനെ ഡൈ ചെയ്തിട്ടേക്കണതാണ്. ഇതിപ്പോൾ ഇങ്ങനെ പിടിക്കുമ്പോൾ ഒരു 46 ചെറുക്ക കിട്ടുള്ളൂ. 49 വേണമെങ്കിൽ ഇത് താഴെ വരുത്തിയിട്ട് ഇവിടെ സൈഡിൽ നിന്ന് വെട്ടിക്കളയണ യോക്കിൻ്റെ പീസ് ഇവിടെ ഇങ്ങനെ കൊടുക്കണം. അപ്പം നല്ല ഇവിടെയും മഞ്ഞ, താഴെയും മഞ്ഞ, ഇങ്ങനെ വരും. അങ്ങനെ ചെയ്താലാണ് കൂടുതൽ ഭംഗി. ഒറിജിനൽ ക്രേപ്പിൽ ക്രോഷിയോ വർക്കാട്ടോ. ഇത് ഇവിടെയൊക്കെ ഈ ക്രോഷിയോ വർക്കുണ്ട്. ഇത് ഭയങ്കര ഡിമാൻഡുള്ള സെറ്റാട്ടോ. ഷോളെ ക്രോഷിയോ ഉണ്ടോ? ആ ഷോളിൻ്റെ സൈഡിൽ ക്രോഷിയോ ഉണ്ട്. ഒറിജിനൽ ക്രേപ്പ് ഷോളും ആട്ടോ. 1890. ഇതിന് വിലയും കുറവാട്ടോ. 1890. കഴിഞ്ഞ ദിവസം നമ്മൾ 2000. എന്തെങ്കിലും വ്യത്യാസം കാണും കേട്ടോ. 2000 ഇട്ടേ.
1899. ഉണ്ടായിട്ടില്ല, അധികം അവിടെ ഇരിപ്പുണ്ട്. 1899 സാരി ഇട്ടേന്ന് എനിക്ക് തന്നെ വിളവില്ല. അടിപൊളി സംഭവമാണ്. അടി സെയിം പ്രിൻ്റായിരുന്നു സാരിക്കല്ലേ? പാൻറ് കാണിച്ചില്ലായിരുന്നു. അയ്യോ, ബ്ലോക്ക് പ്രിന്റിൻ്റെ പാൻറ്റായിരുന്നു കേട്ടോ കഴിഞ്ഞ തവണ. ഞാൻ അടുത്തതിന് പാൻറ് കാണിക്കാം. അല്ല, കഴിഞ്ഞ ഇച്ചിരി മുമ്പത്തെ ഇത് പൊന്നെ വെളിവ് നഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര രസമാട്ടോ അപ്പോൾ ഫങ്ഷൻ വെയറിനൊക്കെ ഇതിങ്ങനെ. അപ്പം താഴത്തെ ആ പീസ് ഇച്ചിരി നീളം കിട്ടിയാലും ഇല്ലെങ്കിലും ഇവിടെ അങ്ങ് വെച്ചോ, നല്ല ഭംഗിയായിരിക്കും. ഞാൻ അങ്ങനെയൊക്കെ ചുരിദാർ നിൽക്കുമ്പോൾ അടിപൊളി ഷോള്. ഷോളിൻ്റെ രണ്ട് വശവും ക്രോഷ്യോ ലേസ്, ഷോളിൻ്റെ ഇവിടെ ക്രോഷ്യോ ലേസ് സൂപ്പർ ഹിറ്റ് സംഭവമാണ്. 1800 അല്ലേ? 1890. 1899. നല്ല സംഭവമാണ്, പെട്ടെന്ന് എടുത്തോ. ഓണമൊക്കെ കഴിഞ്ഞ് വിശ്രമമൊക്കെ കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ ചുരിദാർ സെറ്റിൻ്റെ പെരുമഴയായിരിക്കും. ദീപാവലിയുടെ നേരത്തെ ഇറങ്ങും. ദീപാവലിക്ക് നവംബറിൽ ദീപാവലി അല്ലേ? ഇന്ത്യ മുഴുക്കനും ഡ്രസ്സ് ഏറ്റവും അധികം ഉണ്ടാക്കുന്ന സമയമാണ്. ദീപാവലി നേരത്തെ പർച്ചേസിന് പോകും. ദീപാവലി തുടങ്ങിയാൽ പിന്നെ ഒരു മാസം അവർ അനങ്ങൂലെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇങ്ങനെ വെക്കേഷനും ആഘോഷത്തിനും പോകുന്നു. സൂറത്തിലും ബോംബെയിലും ഒക്കെ ഉള്ളവരൊക്കെ പല നാട്ടിലുള്ളവർ കമ്പനികളിലൊക്കെ പല ദിക്കിലല്ലേ വന്നേക്കണേ. അവരെല്ലാം ദീപാവലിക്ക് നാട്ടിൽ പോകും. പിന്നെ ഒരു മാസം 2 ആഴ്ച 3 ആഴ്ച കഴിഞ്ഞൊക്കെ അവർ തിരിച്ചു വരുള്ളൂ. എല്ലാവരും ഭയങ്കര ഇങ്ങനെ പർച്ചേസ് ചെയ്യണ സംഭവമാണ്. കണ്ടോ? അപ്പോൾ അടിപൊളി സംഭവങ്ങളാണ്. പെട്ടെന്ന് എടുത്തോ. 1899 ഉള്ളൂ. നേവി ബ്ലൂ. ഇതിൻ്റെ എല്ലാ കളേഴ്സും നല്ലതാണ് കേട്ടോ. എല്ലാ കളറും വെറൈറ്റിയാണ്, നല്ല കളർഫുള്ളാണ്. ലെങ്തിലൊക്കെ തയ്ക്കണയായിരിക്കും കേട്ടോ. നല്ല ഫസ്റ്റ് ഒന്ന് ഡ്രൈ വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് ഒറിജിനൽ ഇതായത് കാരണം ചുരുങ്ങിയാലോ ചുമ്മാ കഴുകിയാലേ. അപ്പോൾ ഇത് കണ്ടോ, ഷോളൊക്കെ അടിപൊളി, വില ഇത്രയേ ഉള്ളൂ. സൂപ്പർ സംഭവമാണ്. ഇത് ബേജ് കളറിലും കളർ മിക്സിങ്ങിലും ഒക്കെ ഉണ്ടല്ലേ? 2 ഷെയ്ഡിലും ഉണ്ട്. അപ്പോൾ ബേജ് കളറിൽ വേണ്ടവർ അങ്ങനെ എടുക്കുക, അല്ലാണ്ട് എടുക്കുന്നവർ അല്ലാണ്ട് എടുക്കുക. പിന്നെ ആയാലും നല്ല സംഭവം. പെട്ടെന്ന് എടുത്തോ, അത്രയും വിലയല്ലേ ഉള്ളൂ. കളർഫുള്ളാണ്. ഇച്ചിരി കളർഫുൾ കാണുമ്പോൾ നല്ലതല്ലേ? കാര്യം ഇത് നല്ല സെറ്റ്. നേരിട്ട് കാണുന്നവരെല്ലാം എന്ത് രസമാണ് സെറ്റ്, നല്ല രസമാണെന്നൊക്കെ പറഞ്ഞു. ഇന്ന് വീഡിയോ എടുക്കാൻ നേരത്തെ നിമ്മി പറയാം എന്നെ കണ്ട കറുത്തിരിക്കുകയാണ്. ഇപ്പോൾ പക്സ് ഞാൻ പോയി, അതായിരിക്കും. ലിപ്സ്റ്റിക്ക് പോയി കാണും. രാവിലെ ഇച്ചിരി ഇട്ടതാ. എൻ്റെ പൊന്നെ ചുണ്ട് കറുത്തു പോകുന്നൊരു സംശയമാണ്. എപ്പോഴും ഇപ്പോൾ അത് വാരത്തേക്കുമല്ലേ? അല്ലാണ്ട് ഞാൻ ജീവിതത്തിൽ ഇടാറില്ലായിരുന്നു. അല്ലാണ്ട് തന്നെ എൻ്റെ ചുണ്ടിന് ആവശ്യത്തിലൊരു ചൊപ്പുണ്ടായിരുന്നു. ശമ്പരാൻ തന്നെ ചൊപ്പിച്ചൊക്കെ വിട്ടതായിരുന്നു. അപ്പോൾ ഇത് ഇട്ടിട്ട് ഉള്ള ഇടാണ്ടിരിക്കുമ്പോൾ ഇപ്പം ചുണ്ടിന് കളർ കുറയണ്ടോന്നൊരു പേടി. നല്ല കോട്ടാ സെറ്റ്. പക്ഷെ ലിപ്സ്റ്റിക്ക് ഇട്ടില്ലെങ്കിൽ മേക്കപ്പ് നമുക്ക് മുഖത്തിന് കളർ കിട്ടില്ല. അങ്ങനെയൊരു പ്രോബ്ലം ഉണ്ട്. ബ്രാൻഡഡ് ആയിട്ട് ഇടാവുള്ളൂ ലിപ്സ്റ്റിക്കൊക്കെ. ഇത് കണ്ടോ, നല്ല ഇത് ഒരെണ്ണം വേറെ സെറ്റാട്ടോ. ബാക്കിയുള്ളതെല്ലാം ഇതെന്നാ 1399. ഇതെങ്ങനെ ഇതേ കയറി പറ്റിയെന്ന് അറിയാൻ പാടില്ല. ഒരെണ്ണം തന്നെയായിട്ട് എങ്ങനെ കയറി പറ്റിയെന്ന് അറിയാൻ പാടില്ല കേട്ടോ. ബാക്കിയും ഇങ്ങനെ തന്നെയായിട്ട് 1399 രൂപയുള്ളൂ. ഒരു പീസേ ഉള്ളൂ കേട്ടോ. എനിക്കറിയാൻ പാടില്ല. ഇതാ സെയിം വിലയാണോ? എന്നാൽ എങ്ങനെ വന്നോ എനിക്കറിയാൻ പാടില്ല. ഇത് കണ്ടോ, ഇതും ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. ഇങ്ങനെ മെറ്റീരിയൽ ഇച്ചിരി തെച്ചിക്കോട്ട മെറ്റീരിയലിൻ്റെ ഒരു മോച്ചായുള്ളത്. ഇത് ഇവിടെ ഇങ്ങനെ ആ സാരി എടുക്കുമ്പോൾ എങ്ങനെയാണ് നിറച്ച് വർക്കുണ്ടെങ്കിലും വെയിറ്റ് ഇല്ല. അതിൻ്റെ ഷോളും വെറൈറ്റി ആട്ടോ. ഇങ്ങനെയാണ്. ബോട്ടം സാൻഡോൺ ബോട്ടാണ്. അത്ര 1300. 1399. അടിപൊളി സംഭവം അല്ലേ? എല്ലാം നല്ല സെറ്റാണ്. നമ്മുടെ എല്ലാം നല്ലത് യേശുവിൻ്റെ കൃപയാൽ. ഇന്ന് ഇങ്ങനെ വരുന്ന കസ്റ്റമറെല്ലാം സങ്കടപ്പെടുക.
ഇപ്പോൾ ഓൺലൈനിൽ കാണുമ്പോൾ എന്ത് രസമുള്ളൂ, ഞങ്ങളിവിടെ വന്നിട്ട് നേരിട്ട് വന്നിട്ട് ഒന്നും കിട്ടിയില്ലേ. നിങ്ങൾ അങ്ങനെ പറയരുത് കേട്ടോ. ഓൺലൈനിൽ കാണുമ്പോൾ റീസ്റ്റോക്ക് ചോദിച്ചാൽ കിട്ടും. നിങ്ങൾ ഈ നമ്പർ കൊടുക്കണില്ലേ, അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ വെബ്സൈറ്റിൽ നിന്ന് എടുക്കുക. അല്ല തീർന്നു പോയെങ്കിൽ നിങ്ങൾ അവർക്ക് ഇതിട്ട് കൊടുത്താൽ ഞാൻ റീസ്റ്റോക്ക് കിട്ടുമെങ്കിൽ വരുത്തി തരാം കേട്ടോ. അപ്പം അങ്ങനെ ഒത്തിരി കൊടുക്കണ്ട ഇപ്പം. അപ്പോൾ പിന്നെ അത് ഓർത്തോണ്ട് വരുമ്പോൾ നമുക്ക് ഏതാണെന്ന് ഒരു പിടിയില്ല. ഇത് അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയുമ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാൻ പാടാത്തവരത് പഠിക്കുക. ഈ മൊബൈലിൽ അതൊക്കെ നമുക്കൊക്കെ സാധിക്കുന്നു. നമ്മൾ ആരാ പുലിയല്ലേ? പിള്ളേർക്ക് മാത്രമൊന്നുമല്ല, നമുക്ക് ശ്രദ്ധയില്ലാന്ന് കേട്ടാ നമ്മൾ പഠിക്കാത്ത. 1399 ഉള്ളൂ. നമുക്കൊക്കെ എല്ലാം പഠിക്കാൻ പറ്റും. ഒരു അടുപ്പിച്ച സ്ക്രീൻഷോട്ടൊക്കെ എടുത്താൽ മതി. നിത്യത്തൊഴിലഭ്യാസി ആനയെ നിൽക്കും. നമുക്കെല്ലാം സാധിക്കും. ഇതേ പൗഡർ ബ്ലൂ ഷോളായാലും വെറൈറ്റി ആട്ടോ. കനമൊന്നുമില്ലേ, ഇത് നിറച്ച് വർക്ക്. ഇത് മഴവിൽ മനോരമ പോലെ അല്ലേ, വർണ്ണപ്പകിട്ട് നല്ല രസം. ടൂറൊക്കെ പോയാൽ നിങ്ങൾ? ഞങ്ങൾ ടൂറ് പോയില്ല കേട്ടോ. ഇവിടെ അതെ ഒരാൾ ടൂറ് കഴിഞ്ഞ് വന്നിട്ട് കുറേ ചീത്ത പറഞ്ഞിട്ടിരിക്കുക. ടൂറ് അവധി എടുക്കുമെങ്കിൽ പറയണ്ടേ. എന്നിട്ട് ഇന്ന് ഞെളിഞ്ഞിങ്ങ് വന്നേക്കോ. 2 പേരപ്പീരൊക്കെ കഴിഞ്ഞിട്ടിരിക്കുക. ഒരു കൂസലുമില്ലാണ്ട് നിൽക്കുന്നുണ്ട്. എന്തോരും പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. ഇത് കണ്ടോ, ബ്രാസോ ഷോളെ വിത്ത് ലൈനിങ് 1299 വിത്ത് ലൈനിങ്. നല്ല ബ്രാസോ ഷോളിലൊക്കെ നല്ല വർക്കാട്ടോ. നല്ല വർക്കിന് വ്യത്യാസം അനുസരിച്ച് വിലയും വ്യത്യാസം വരുവേ. അങ്ങനെ എന്തോ ഉണ്ട്. 1300 അല്ലായിരുന്നു കഴിഞ്ഞ കൊടുത്ത്. അപ്പോൾ ഇത് തിക്കുണ്ടായിരുന്നു വർക്ക് ഷോള്. ഇതിന് ഇനിയിപ്പോൾ കുറച്ച് കിട്ടുമായിരിക്കും. ഇതിന് ഒത്തിരി ഫാഷനങ്ങനെ ആകുമ്പോൾ ആദ്യം എടുത്തു വെച്ചതാണ്. ഇതൊക്കെ നേരത്തെ ഓണത്തിന് മുമ്പേ എല്ലാം കൂടെ വീഡിയോ പിടിക്കാൻ പറ്റിയില്ല, പിടിക്കാത്തതാ. ഓണം കഴിയുമ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ അവർ നല്ല കിട്ടുന്ന പൊട്ടിക്കില്ല. ഒത്തിരി കസ്റ്റമർ വന്നാൽ അങ്ങനെയൊക്കെ കിട്ടുള്ളൂ. കുറച്ച് സ്റ്റോക്ക് അടിച്ചില്ലേ ഓണം കഴിയുമ്പോൾ. നമുക്ക് എല്ലാ വർഷവും നമ്മളങ്ങനെ സ്റ്റോക്ക് അടിച്ച് വെക്കും. അല്ലെങ്കിൽ നല്ല സെറ്റൊന്നും വീഡിയോ ഇടാൻ കിട്ടില്ല. ഇത് കണ്ടോ, 1299 വിത്ത് ലൈനിങ് ആട്ടോ. നല്ല രസമുള്ള സംഭവമാണ്. നല്ലതാട്ടോ. കഴുകി ഇങ്ങനെ പിള്ളേർക്ക് റഫ്യൂസിനൊക്കെ നല്ലതല്ലേ. 1299. അടിപൊളിയാണ്, സൂപ്പറാണ്. ഇത് സെമി സിൽക്ക് സെമി ടസർ. എത്ര? 1299 രൂപയുള്ളൂ കേട്ടോ. ശരിക്കും ഒറിജിനൽ ടസർ പോലെ ആട്ടോ. ഈ സൈസ് സെറ്റുകൾക്ക് ഭയങ്കര ഡിമാൻഡ്. ഇട്ടാലൊരു ഗ്രാൻഡ് ലുക്ക്. അതേ ഷോളൊക്കെ നോക്കി അരിയിലൊക്കെ അടിപൊളി സംഭവം. ഉള്ളിൽ അപ്പടി ഒരു സിൽവർ, ആൻറ്റിക് സിൽവർ ഇങ്ങനെ വർക്കുണ്ട്. ബോട്ടയിന്ന് ഇത് എത്ര? 1299. നല്ലൊരു കോഫി ബ്രൗണേ, മുന്തിരി കളർ കൂടിയ മുന്തിരി കളറാണിത്. ബ്രൗണും മുന്തിരി കളറൂടെ കൂടിയ, തനി മുന്തിരി കളറല്ല, നല്ല കളറാണ്. നല്ലൊരു പേസ്റ്റൽ കളറേ. അടിപൊളി സംഭവമാണ്. ഇതേ നോക്കിക്കോ, സൂപ്പർ സൂപ്പർ. നല്ല പിങ്ക്, $1299 ഉള്ളൂ. നല്ല കളർ ചാർട്ട. ഈ ചൂടത്തെ തേക്കരുത് കേട്ടോ.
എന്നിട്ട് കീറിപ്പോയി അങ്ങനെയൊന്നും പറയരുത്. ഞാൻ എപ്പോഴും പറയണ പോലെ ഇതിൽ ത്രെഡ് വർക്ക് ഇത് വലിച്ചിട്ടിട്ട് മെഷീനിൽ ചെയ്യണതാ, ഫ്രെയിമിൽ വലിച്ചിട്ടിട്ട് ഇതിൽ വർക്ക് ചെയ്യണേ. ഈ തുണിയൊന്നും പിഞ്ചുവോന്ന് നിങ്ങൾ തയ്ക്കണതിന് മുമ്പ് വേണമെങ്കിൽ വലിച്ചു നോക്കിയിട്ട് കൊടുത്താൽ മതി. തീ ചൂടത്ത് അവർ തയ്ച്ച് കഴിഞ്ഞ് തേച്ച് തിന്നിട്ട് പിഞ്ചി പോയിട്ട് അയ്യോ പിഞ്ചണ തുണിയാണ്, പഴം തുണി വിൽക്കും അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേന് എനിക്ക് ഭയങ്കര വിഷമമാണ്. എൻ്റെ ദൈവം ഇപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു കേട്ടോ. എനിക്ക് എൻ്റെ ചെറുക്കന്മാർ കണ്ടിടത്തിന് ആരെന്ത് ചീത്ത പറഞ്ഞാലും ഒരു പ്രശ്നവുമില്ല. എല്ലാവർക്കും മക്കളെ ചീത്ത പറയുമ്പോഴൊക്കെ വിഷമമല്ലേ. അവരത് കാരണം എന്നെ സ്കൂളിൽ കൊണ്ടുപോകില്ല. ടീച്ചർമാർ അവരുടെ കുറ്റം പറഞ്ഞാൽ ഞാൻ അവരുടെ കൂടെ കൂടുകയും രണ്ടുകൂടെ കൊടുക്കാൻ പറയേ. അത് കാരണം എൻ്റെ മൂത്തവർക്കം പറയും ഞാൻ സ്കൂളിൽ ചെന്ന് അവൻ പഠനം നിർത്തുമെന്ന് പറയും. അവരെ ആര് ചീത്ത പറഞ്ഞാലും എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ എൻ്റെ കടേനെയൊക്കെ പറയുമ്പോൾ എനിക്ക് വലിയ വിഷമം. എൻ്റെ കട മൂന്നാമത്തെ കൊച്ച, ഏറ്റവും ഞാൻ ജീവിതം സമയം ചെലവഴിക്കുന്നതും ഒക്കെ മൂന്നാമത്തെ കൊച്ചിന് വേണ്ടിയാണ്. പക്ഷേ നമ്മളങ്ങനെ പഴം തുണി പോലത്തെ എനിക്കറിയാം ഇതെന്തുമാത്രം ഫ്രഷ് ഐറ്റം ഞാൻ എടുക്കണേന്ന്. എൻ്റെ മോനെ അത്രയ്ക്ക് സെലക്ട് ചെയ്തും അത്രയ്ക്കും പുതിയ സാധനം വരുമ്പോഴും നോക്കിയും കണ്ടു എപ്പോഴും പർച്ചേസ് ചെയ്യുമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ നമുക്ക് നിങ്ങൾ വചനം പറഞ്ഞ് പറ്റിക്കാമെന്നും ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോഴത്തേനും പണ്ട് ഞാൻ റേസ് ആകുമായിരുന്നു. ഞാനവർക്ക് യേശുമ്പരാനാകാനല്ലേ നമ്മളെ വിളിച്ചേക്കണം, യേശുമ്പരാൻ ക്ഷമിക്കാനല്ലേ പറഞ്ഞേക്കണം. നമ്മൾ കിടന്ന് ചുമ്മാ ടെൻഷൻ അടിച്ച് വഴക്കടിച്ചിട്ട് തന്നെ കാര്യം, ചുമ്മാ നമുക്ക് സൂക്കേട് വരും. നമ്മുടെ ഹൃദയത്തിന് മനസ്സിന് അസ്വസ്ഥ ഉണ്ടായാലും നമുക്ക് അസുഖങ്ങൾ വരും കേട്ടോ. വേണ്ട, അതാണ് ദൈവം പറഞ്ഞത്, നീ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട, എല്ലാം പ്രാർത്ഥനയാലും സ്തോത്രത്താലും എന്നെ അറിയിക്കത്രേ വേണ്ടേ. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം നിന്റെ ഹൃദയങ്ങളെ നിലവുകളെയും ക്രിസ്തുയേശു കാത്തോളും. ആമേൻ പറഞ്ഞോ. ഒന്നും ഓർത്ത് നമ്മളിങ്ങനെ ആകുലപ്പെട്ടിട്ട് കാര്യമില്ല. എന്നിട്ട് നമുക്ക് അസ്വസ്ഥപ്പെട്ടാലും നമ്മുടെ ഹൃദയത്തിൽ കിടന്ന പ്രശ്നങ്ങൾ വന്ന് ഉറക്കമില്ലാണ്ട് വന്ന ഇപ്പോൾ ഒരു കൊച്ചു തന്നെ കണ്ടില്ലേ, അന്ന എന്ന് പറഞ്ഞ മോള് CA കാരി. അയ്യോ അതിൻ്റെ വാർത്ത ഞാൻ ഇന്നലെ അന്ന് അറിഞ്ഞ ഗ്രൂപ്പിൽ ആരാണ്ടിട്ട്. എനിക്കാണെങ്കിൽ പിള്ളേർ ഹാർഡ് വർക്ക് ചെയ്ത് രാത്രിയും പകലും ഒക്കെ അങ്ങനെ പണിയെടുപ്പിക്കണയൊക്കെ എൻ്റെ പൊന്നെ, അത് ഇങ്ങനെ ഉറങ്ങാണ്ടൊക്കെ ഇരുന്ന് അങ്ങനെയൊക്കെ കാട്ടുകാരൊക്കെ വരും അല്ലേ. വായിച്ചിട്ട് അമ്മയുടെ ചങ്കോട്ടണ കരച്ചിലൊക്കെ കേട്ടപ്പോൾ ഭയങ്കര വിഷമം. ലൈലാക്കി 129 അതാ പറയണേ, നമ്മൾ ആവശ്യത്തിൽ കൂടുതൽ ടെൻഷൻ അടിക്കരുതെന്നൊക്കെ പറയണം. ടെൻഷൻ അടിച്ചിട്ട് വല്ലതും ചെയ്യാൻ പറ്റുമോ? നേവി ബ്ലൂ, അടിപൊളി സംഭവമാണ്. 1299. അയ്യോ ഞാൻ പെട്ടെന്ന് റയോണാണ് നോക്ക്. സോഫ്റ്റ് കോട്ടൺ ടോ. അയ്യോ എന്ത് സുഖം. ഫ്രണ്ടും ബാക്കും ഇങ്ങനെയാട്ടോ. നല്ല രസമായില്ല പിടിക്കാൻ. ഇവിടെ ഒരു മഷി പോലെ ആയിട്ട് ഇത് വെട്ടുമ്പോൾ പൊക്കോളെ. ഇതിൻ്റെ ഈ മറവശം എടുക്കാം. ഇത് കുഞ്ഞു കൊത്ത്, അത് വെട്ടുമ്പോൾ പൊക്കോളെ. സൈഡിലാണ് അല്ലെ കഴുത്ത് വെട്ടുമ്പോഴൊക്കെ പൊക്കോളെ. സെൻറ്ററിലാക്കിയാൽ കഴുത്ത് നോക്കി വെട്ടിയാൽ മതി. എന്ത് രസമാണ് അതിൻ്റെ ഷോളൊക്കെ കാണാൻ. അയ്യോ കോട്ടൺ, പ്യുവർ കോട്ടണേ. 1099 രൂപയുള്ളേ. നല്ല ലെങ്തും ഉണ്ട് കേട്ടോ. ഇത് വേണമെങ്കിൽ യോക്കി വയ്ക്കാമല്ല. ഇത് താഴെ വെച്ചിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇച്ചിരി പീസ് ഇവിടെയൊക്കെ വെച്ചടിച്ച് ഇങ്ങനെ വെറൈറ്റി ആയിട്ടും സൂപ്പർ പ്യുവർ കോട്ടൺ. ഇത് ഒരു കാലത്ത് ഫാഷന് പോകില്ല. 1099 രൂപയുള്ളൂ. ഇതൊക്കെ വീഡിയോ ഇടുന്ന വഴിയെ തീരും കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ഇങ്ങനെ പതിവൊന്നും വേണ്ട. സ്റ്റാർച്ച് ചെയ്യണമെങ്കിൽ സ്റ്റിഫാൻ ഷൈൻ പിഴിഞ്ഞാൽ മതി കേട്ടോ. എന്ത് രസമായിട്ട് ഇത് കഷ്ടപ്പെട്ട് ഇവിടെ ഡൈ ചെയ്ത് ഇങ്ങനെയൊക്കെ ആക്കി ഇവിടെ വേറെ പ്രിൻ്റാക്കി എന്തുമാത്രം ഒരു സെറ്റിൽ കിടന്ന് പണിതേക്കണ വില ഇത്രയല്ലേ ഉള്ളൂ. ഇത് ഷോളിൻ്റെ 2 വശം ഇങ്ങനെ ആക്കി. എന്താണ് അല്ലേ ഈ തുണി ഉണ്ടാക്കുന്നവരുടെ കഷ്ടപ്പാട് നോക്കിയത്. ഈ സൂറത്തിൽ ചെല്ലുമ്പോൾ ഒരാക്കടെ തലയിലിരിക്കണ കെട്ട് കണ്ട അയ്യോ എൻ്റെ യേശുപ്പാ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ അങ്ങനെ ഏതാണ്ട് വേല ചെയ്യിക്കുമ്പോൾ അത്രയൊന്നും മനുഷ്യരുടെ തലയിട്ട് വെക്കാൻ പാടില്ല. ആ മനുഷ്യൻ്റെയൊക്കെ കഴുത്ത് അങ്ങനെ ഇരിക്കണേ. പേടിച്ചിട്ട് നിങ്ങളൊക്കെ മാറിയിരിക്കും. ഇങ്ങനെ കെട്ട് തന്നെ കാണണം. നിങ്ങളെന്നാ പീഡിപ്പിക്കണേ. ബാലവീടിൻ്റെ തുറക്കവിടെ എല്ലാവരും അവരെ പീഡിപ്പിക്കല്ലേ. വെറുതെ ഇരുന്നിട്ട് മൊബൈൽ ഇങ്ങനെ ഞെക്കിക്കൊണ്ടിരിക്കണം. വല്ല കല്ലൊക്കെ ഇതും കൂടെയൊക്കെ തലയിൽ ചുമക്കാം. പണ്ട് പറയില്ലേ
ഈ എൻ്റെ തലയാങ്കി ഇവിടെ കോർത്തിരിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എപ്പോഴും ഞാൻ കംപ്ലൈൻറ്റ് പറയും മാനുഫാക്ചറിങ്ങിനെ പറ്റി ഇവിടെ പരന്നില്ലെന്നാ. അപ്പോൾ എൻ്റെ അമ്മച്ചി പറയണ വല്ലങ്കോട്ടയിൽ തേങ്ങ എടുത്ത് അവിടെ തലയിട്ട് വെച്ച് കൊടുക്കുക, തലയ്ക്ക് നല്ല ഷേപ്പാകുന്നു. 12 അല്ലേ, 1299. അയ്യോ 1099, സോറി 1099, സോറി. വല്ലങ്കോട്ടെ തേങ്ങ നോക്കണം, അതാ പറയാൻ പോയത്. ഞാനിങ്ങനെ വെള്ളമൊക്കെ കൊണ്ടുവരാൻ പോകും കേട്ടോ. പണ്ടപ്പോഴുള്ള വെള്ളമൊന്നും ഇല്ലായിരുന്നു. യേശു അപ്പോൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വെള്ളവും കറണ്ടും ഒക്കെ ആയതേ. കർത്താവേ 10ലാണെന്നോ എൻ്റെ ദൈവം. എൻ്റെ നാട്ടിലേ പട്ടിക്കാട്ടിലാണ്. പട്ടിക്കാടെന്ന് വെച്ചാൽ ഗ്രാമമാട്ടോ ഭയങ്കര. അപ്പം വേനലാകുമ്പോൾ നമ്മൾ വെള്ളം കൊണ്ടുവരാൻ നമുക്ക് പണിക്കാരൂടെ കാണൂട്ടോ, അല്ലാണ്ട് വെള്ളമൊന്നും ഒത്തിരി അകലെ പോകണം. അപ്പം അവരുടെ കൂടെ എന്നെ വിടണേയല്ല, ഞാൻ ഇടിച്ചു കയറിപ്പോണേ. എൻ്റെ ഞങ്ങൾക്ക് സിനിമാ കഥ കുറച്ച് അതുകൊണ്ട് എന്നെ ഒന്നും സിനിമയ്ക്ക് വിടില്ല. അപ്പം അവർ സിനിമ കണ്ടിട്ട് ഞങ്ങൾക്കൊരു വലിയോണൊക്കെ ഉണ്ട്, അഭിനയിച്ചൊക്കെ കാണിക്കും. ജയനെയും നസീറിനെയും മധുവിനെയും ഒക്കെ കഥയൊക്കെ. അവർ പറഞ്ഞ കഥ ഇതുവരെ മറന്നു പോയിട്ടില്ല. അവരുടെ കൂടെ കൂട്ടുകൂടി നടക്കലാണെന്നുള്ളത്. അപ്പം സൂപ്പർ സംഭവമാണ്. പെട്ടെന്ന് എടുത്തോ. 1099 രൂപയുള്ളൂ. ഇത് എന്നാ വില? 799 രൂപയുള്ളൂ. എൻ്റെ പൊന്നെ, നിങ്ങൾ കാണുമ്പോൾ ഞെട്ടു കേട്ടോ. ഈ സെറ്റ് യോക്ക് നിറച്ച് ഈ വർക്ക് പിന്നെ അടിയായിരിക്കും കേട്ടോ. ബോട്ട ഇത് ഷോള് കാണുമ്പോഴാണ് ഞെട്ടാൻ പോകുന്നത്. പാകിസ്ഥാനി ഷോൾ മിററില്ലെന്ന് തോന്നുന്നു അല്ലേ? പാകിസ്ഥാൻ ഷോള് മിററില്ലെന്ന് തോന്നുന്നു. 799 രൂപയുള്ളൂ. എൻ്റെ പൊന്നെ, എനിക്കൊന്നും വയ്യ പറയാൻ. ഇതെല്ലാം സെറ്റ്, അടിപൊളി സെറ്റ്. ഇത് ഓണത്തിനൊക്കെ കാണിക്കാണ്ട് ഇത്രയും നല്ല സെറ്റൊക്കെ ഓണം കഴിയുമ്പോൾ നല്ല അടിപൊളി സെറ്റുകൾ ഇട്ടാലേ വീഡിയോ ഇടുള്ളൂ. അത് കാരണം ഞങ്ങൾ മാറ്റി വെച്ചതാണ്. 799 അടിപൊളി സെറ്റാണ്. ബ്ലൂ. ഇതെന്നത് ടോപ്പിൻ്റെ തുണി എന്നതാ, ഒരു സിൽക്ക് പോലെയൊക്കെയാണ്, കോട്ടൺ അല്ല അല്ലേ? ലൈനിങ് ഇട്ടില്ലെങ്കിലും പ്രോബ്ലം ഇല്ലെന്ന് തോന്നുന്നു. വേണമെങ്കിൽ ലൈനിങ് ഇട്ടാൽ ലാസ്റ്റ് ചെയ്യും. ഇത് വെള്ളമൊന്നും അടിക്കില്ല, നല്ല തുണിയാണ്. $799 രൂപയുള്ളൂ. അടിപൊളി സെറ്റാണ്. ഇനി നീ കാണിക്കാൻ പോണത് അജ്രക് പ്രിന്റിലെ റയോണിൻ്റെ പണ്ടുണ്ടായിരുന്നു ചുരിദാർ സെറ്റാണ്. അതിൻ്റെ മെറ്റീരിയൽ അജ്രക് പ്രിൻ്റാക്കി. മെറ്റീരിയൽ ആ പണ്ടത്തെ ആ മെറ്റീരിയൽ, ആ ഡിസൈൻ അജ്രക് പ്രിൻ്റാക്കി റയോണിൽ. ഇത് കണ്ടോ, നല്ല രസം. ഇത് ഈ 46 ചെറുപ്പമൊക്കെ ആയിരിക്കും കിട്ടുള്ളൂ തയ്ച്ച് വരുമ്പോൾ. അപ്പോൾ ഇവിടെ യോക്കിൽ ഇങ്ങനെ ഒരു പീസ് കൊടുത്താൽ മതി. അടിപൊളി സെറ്റാട്ടോ. ഷോളൊക്കെ കണ്ടോ, ശരിക്കും പോകുമ്പോൾ ഞാനിട്ടേക്കണ പോലെ മൊഡാൾ സെറ്റാന്ന് തോന്നുന്നു അല്ലേ? സെമി മൊഡാൾ എന്നൊക്കെ പറഞ്ഞാൽ അവരെനിക്ക് തന്നെ. എനിക്ക് ഇത് കണ്ടപ്പോൾ പിടിച്ചപ്പോൾ തോന്നിയത് റയോണിൻ്റെ വില എന്നാ 850 രൂപയുള്ളൂ. അതാ ഞാൻ എന്നോട് സെമി മൊഡാൾ എന്നൊക്കെ പറഞ്ഞാൽ ഈ ഷോളൊക്കെ കണ്ടാലേ 850 രൂപയുള്ളൂ. പക്ഷേ ഇത് സൂപ്പർ സംഭവമാട്ടോ. ഇത് പെട്ടെന്ന് തീരും, ഇതൊക്കെ പെട്ടെന്ന് തീരും കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഓണത്തിന് കാണിക്കാൻ വന്നാൽ ഞാൻ മാറ്റി വെച്ചായിരുന്നു. ഞാൻ ഓണം കഴിയുമ്പോൾ അടിപൊളി വീഡിയോ ഇട്ടുകൊണ്ടിരുന്നാലാണ് ഇങ്ങനെ നമുക്ക് പിടിച്ചു കയറി വരാൻ പറ്റുള്ളൂ. ഓണത്തിൻ്റെ ക്ഷീണത്തിലാക്കാതിരിക്കുമല്ലോ കുറേ പർച്ചേസ് ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ പ്രലോഭനത്തിൽ പെടും. നല്ല ബുദ്ധിയല്ലേ എനിക്ക്? യേശപ്പൻ ശുഭകരമായി പ്രവർത്തിക്കാൻ നിന്നെ അഭ്യസിപ്പിക്കുകയും നീ പോകേണ്ടുന്ന വഴിയിൽ നിന്നെ നടത്തുകയും ചെയ്യുന്ന ദൈവമായ യഹോവ ഞാൻ തന്നെ. ഇതൊക്കെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഓർത്ത് പ്രാർത്ഥിക്കുക. ദൈവമല്ലേ വഴി നടത്തണേ.
ഇന്ന് ഇവിടെ വന്ന് ഇതിൻ്റെ 3-ാം നിലയുടെ മേളിൽ കയറണേ. ഇന്ന് വീട്ടിലുള്ളവർ പറയുക കേട്ടോ, കടയിൽ ചെന്നിട്ട് വേറെ പണിയൊന്നുമില്ലല്ലോ, ചുമ്മാ ഇരിക്കുമല്ലേ, ഒരു മിനിറ്റ് ഇരിക്കാറില്ല. ആ കട ഈ കട വീഡിയോ എടുത്ത ഓട്ട ഒരു മനുഷ്യർക്ക് ഒരു വിലയില്ല. പണിയെടുക്കണില്ലെന്നാണ് പറയണത്. ഇത്രയും പണിയെടുക്കണ മനുഷ്യർ വേറെ വല്ലയിടത്തും ഉണ്ടോ അല്ലേ? ദൈവമേ, വായും കൊണ്ട് പണിയെടുക്കണോ, കൈയും കൊണ്ട് പണിയെടുക്കണോ? 850 രൂപ. ഇതാണ് ഇതിൻ്റെ ബോട്ടം. 850 ഉള്ളൂ. പെട്ടെന്ന് എടുത്തോട്ടോ. അതിമനോഹരമായ ഷോളർ റയോണാണ്. ഇപ്പം നിങ്ങൾക്ക് ചൂടിൻ്റെ ഇതറിയാലോ, ലൈനിങ് ഇല്ലേലും പ്രോബ്ലം ഇല്ല, സൂപ്പറാണ്. നിങ്ങൾക്ക് തയ്ച്ചിട്ടാൽ വേണമെങ്കിൽ അതിൻ്റെ പ്ലെയിൻ കളർ ഇതുണ്ടെങ്കിൽ നമുക്ക് ബോട്ടവും ടോപ്പായിട്ട് ഇതും ടോപ്പായിട്ട് അടിക്കാൻ തയ്യലറിയാവുന്നവർ ഷോള് ഇത് അങ്ങനെ ഒരു കളർ, ഇതിൽ ഏതെങ്കിലും ഒരു കളറ് ബോട്ടം എടുത്താൽ മതി, നേവി ബ്ലൂ ഏതെങ്കിലുമൊക്കെ ബോട്ടം എടുത്താൽ മതി. സൂപ്പറായിട്ട് നമുക്ക് ഇതിൻ്റെ ബോട്ടം തന്നെ തയ്ക്കുന്നവർ അങ്ങനെ തയ്ച്ചോ. അങ്ങനെ 2 സെറ്റ് തയ്ക്കാം. കാരണം ഈ ബോട്ടത്തിലെ തുണി തന്നെ ഉണ്ടോ, സ്ട്രൈസാണ്, റയോണാണ്, കുർത്തയായിട്ടൊക്കെ തയ്ക്കാം. നല്ല ഒരുമാതിരി നീളമൊക്കെ ഉണ്ട്. ഈ സൈഡിൽ നിന്ന് വെട്ടിപ്പോണ പീസ് ഇവിടുന്ന് വിലങ്ങനെ വെക്കാം യോക്കിൽ, ഫ്രണ്ടിലെ ബാക്കിലേ. അതിൻ്റെ കോളറും വെച്ച് കുർത്ത അടിപൊളിയായിരിക്കും. ഇതിനൊക്കെ മോഡേൺ സ്റ്റൈലിൽ തയ്ച്ചു. ആകെ 850 രൂപയെ മുടക്കുള്ളൂ. ഈ ഷോള് തന്നെ നോക്കാം. ഈ ഇങ്ങനത്തെ ഒരു ഷോൾ എടുക്കണമെങ്കിൽ 450 രൂപയാവും. ഈ സൈസ് ഷോളിനെ ഈ ഷോളും അതിൻ്റെ കൂടെ കിട്ടില്ലേ, എന്നാ സുഖം നോക്കി. അപ്പോൾ ഇങ്ങനെ ഒത്തിരി വെറൈറ്റി സെറ്റ് പെട്ടെന്ന് എടുക്കുക. വെബ്സൈറ്റിൽ ചാടി എടുക്കുന്ന ഒരു വെബ്സൈറ്റിലെടുക്കുക. ഓൺലൈനിൽ ആ പിള്ളേർ 10 മണി മുതൽ 6 മണി വരെ കാണും. വാട്സപ്പ് കോൾ വിളിക്കുക. അതുകൂടാണ്ട് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൻ്റെ കാര്യം മറക്കരുത് കേട്ടോ. സ്കീമിൽ കൂടുന്നത് ഒത്തിരി പേര് സ്കീമിൽ കൂടാൻ വിളിക്കുന്നുണ്ട്. എല്ലാവരോടും വിശദ വിവരം പറയുന്നുണ്ട്. സ്കീമിൽ എല്ലാവരും കൂടുക. അതേ സ്വർണ്ണത്തിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുക. ഇന്നൊക്കെ ഞാൻ കടയിൽ വന്നവരൊക്കെ പിടിച്ചോണ്ടി അപ്പം തന്നെ സ്കീമിൽ കൂടി. എല്ലാവരും കൂടുന്നുണ്ട്. വലിയ സപ്പോർട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് നല്ലതാണ്. ഇച്ചിരി സ്വർണം മേടിച്ച് മക്കളെ കെട്ടിച്ചു. എനിക്ക് പ്രായം, ഇനി എന്തിനാ നമുക്ക് ഇച്ചിരി സ്വർണ്ണം ഇട്ടുകൊണ്ട് നടക്കുന്നേ. ഒരാവശ്യം വന്നു ഊരി വിറ്റ് കാശ് മേടിക്കാമല്ലോ. ആരുടെ മുമ്പിൽ കൈ നീട്ടണ്ടല്ലോ. അപ്പോൾ ഇടുമ്പോൾ നമ്മുടെ കൈ കാണുമ്പോൾ ഒരു സന്തോഷം. മോതിരമൊക്കെ ഇടണ എന്തിനാ, കോഴി മേടിച്ച് ആ പെട്ടിയുടെ അകത്ത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഇതിട്ടിട്ടൊക്കെ കയ്യിലേക്കൊക്കെ നോക്കുമ്പോൾ ഒരു സന്തോഷം, കഴുത്തിൽ കണ്ണാടി നോക്കുമ്പോൾ ഒരു സന്തോഷം. അതിനുവേണ്ടി ആഭരണം കണ്ടുപിടിച്ചത്. അല്ലാണ്ട് ഇതെല്ലാം കൂടെ ഇങ്ങനെ പാത്രത്തിലാക്കി വെക്കാനല്ല. ആഭരണം അണിയണം, ഡ്രസ്സൊക്കെ മേടിച്ച് തയ്ച്ചിടണം. എന്ത് വിട്ടിട്ട് കണ്ണാടി നോക്കുമ്പോൾ നമുക്ക് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ മനസ്സിനതൊക്കെ നല്ലതാണ്. അല്ല അങ്ങനെയൊക്കെ അണിഞ്ഞൊരുങ്ങി നടക്കണം. അപ്പോൾ എല്ലായിടത്തേട്ടും മുടിയൊക്കെ ട്രീറ്റ് ചെയ്യാനൊക്കെ വാട്ടോ, നമുക്ക് മൊത്തം അടിച്ചു പൊളിക്കാം. അപ്പോൾ ശരി എന്നാൽ. അപ്പോൾ എല്ലാവരെയും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഈശ്വരൻ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.